കോഴിക്കോട് മുക്കത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ മോഷണം. അരീക്കോട് പാലത്തിന് സമീപത്തുള്ള പുഴയോരം ഹോട്ടലിലാണ് മോഷണം നടന്നത്. ഹോട്ടലിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത മോഷ്ടാവ് 5000 രൂപയും സംഭാവന പെട്ടിയും കൈക്കലാക്കിയിട്ടുണ്ട്. ഹോട്ടലിലെ CCTVയിൽ കള്ളന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കള്ളനെ പൊക്കാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്കാണ് അരീക്കോട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന പുഴയോരം ഹോട്ടലിൽ കള്ളൻ കയറിയത്. കടയുടെ മുൻവാതിൽ തകർത്ത മോഷ്ടാവ് ക്യാഷ് കൗണ്ടറിൽ നിന്ന് 5000 രൂപയും പാലിയേറ്റീവ് കെയറിന്റെ സംഭാവന പെട്ടിയും മോഷ്ടിച്ചു. കടയുടെ വാതിൽ തകർന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസിയാണ് വിവരം ഹോട്ടലിന്റെ ഉടമയെ അറിയിച്ചത്. പിന്നാലെ ഹോട്ടലുടമയെത്തി പരിശോധിച്ചതോടെ പണം നഷ്ടമായെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അത് ഇന്നലെ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പണിക്കാർക്ക് കൊടുക്കാനുള്ള ഒരു 5000-ത്തിനടുത്തുള്ള പേയ്മെന്റ്, അതിന് റബ്ബർ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വെച്ചായിരുന്നു. പിന്നെ ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടായിരുന്നു, ഒരു പാലിയേറ്റീവിന്റെ അതില് ക്യാഷ് എത്ര പോയി എന്നറിയില്ല. പക്ഷെ നിറയെ പൈസ ഉണ്ടായിരുന്നു. ചില്ലറ പൈസ എങ്ങനെയാണെന്ന് അറിയില്ല, അത് നമുക്ക് അത് നിർവചിക്കാൻ കഴിയില്ല. അപ്പോൾ ക്യാമറയിൽ കള്ളന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിഷയം ചെക്ക് ചെയ്യണം. കള്ളനൊരു വെളുപ്പിനൊരു 4 മണി to 4:30 വരെ ഇതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ കള്ളൻ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഹോട്ടലുടമ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.